ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനൊരു കിഡ്സ് ഫ്രോക്കാണ് ചെയ്യുന്നത്. ഒരു 6 വയസ്സായ കുട്ടിയുടെ ഫ്രോക്കാണ്. മെഷർമെൻറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 31 ഇഞ്ച് ലെങ്ത്താണ് ഞാനിവിടെ ടോട്ടൽ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇവിടെ ഷോൾഡറും നെക്കും ചെസ്റ്റും ആം ഹോൾ ഡെപ്തും ഒക്കെ മാർക്ക് ചെയ്ത ശേഷം വിത്ത് സീം അലവൻസ് വെച്ചിട്ട് കട്ട് ചെയ്യുക. ഷോൾഡർ സ്ലോപ്പ് ഞാൻ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇവിടെ അപ്പർ ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആം ഹോൾ ഡെപ്ത് എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. 5 പ്ലസ് സീം അലവൻസ് എടുത്തിട്ട് അവിടെ കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഫാബ്രിക് ഒരു 36 ഇഞ്ച് എടുക്കുന്നത്. പിന്നെ വിത്ത് സീം അലവൻസ് 2 സൈഡിലോട്ടും 1 ഇഞ്ച് വെച്ച്, അപ്പോൾ ടോട്ടൽ 38 ഇഞ്ച്. 6 പ്ലേറ്റാണ് എനിക്കൊരു സൈഡിൽ ഞാൻ 6 പ്ലേറ്റാണ് എടുക്കുന്നത്. അപ്പോൾ മൊത്തം 12 പ്ലേറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡിൽ ഞാൻ 2 പ്ലേറ്റേ കൊടുക്കണുള്ളൂ. ഒരു പ്ലേറ്റിൻ്റെ വിഡ്ത്ത് 1 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ടോട്ടൽ 10 ഇഞ്ചാണ് എടുക്കുന്നത്. 10 പ്ലസ് 1 11 സീം അലവൻസ് ആയിട്ട്. പിന്നെ ഞാൻ ഫ്രില്ലാണ് കൊടുക്കുന്നത്. ഫ്രില്ല് 2 ഇഞ്ച് വിഡ്ത്താണ്. പിന്നെ നമ്മൾ എവിടെയാണ് ഫ്രില്ല് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മെഷർമെൻറ്റ് അതിൻ്റെ ഡബിൾ എടുക്കുക ഫാബ്രിക്.
ഞാൻ അപ്പർ ചെസ്റ്റിലും പിന്നെ താഴ്ഭാഗത്തായിട്ടുമാണ് ഫ്രില്ല് കൊടുക്കുന്നത്. നമുക്ക് സ്ലീവാണുള്ളത്. അപ്പോൾ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. സ്ലീവ് കട്ട് ചെയ്യുന്നത് നമുക്ക് പേപ്പറിൽ ഫസ്റ്റ് കട്ട് ചെയ്യാം. സീം അലവൻസ് 1/2 ഇഞ്ച്. സ്ലീവിൻ്റെ ലെങ്ത്താണ് പിന്നെ മാർക്ക് ചെയ്യുന്നത്. ഞാനൊരു 5.5 ഇഞ്ചാണ് എടുക്കുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത്. പിന്നെ അതിൽ നിന്ന് അങ്ങോട്ട് ഒരു 1.5 ഒരു 1.5 ഇഞ്ച് വേറൊരു കട്ടിങ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. ആം ഹോൾ ഡെപ്ത് എന്ന് പറയുന്നത് ഞാൻ 5 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് സ്കെയിലിൽ വെച്ച് വരച്ച് കൊടുക്കുക. പിന്നെ ആം ഹോൾ ഡെപ്ത് നമ്മൾ 5 ഇഞ്ച് എന്നുള്ളത് താഴെയും മാർക്ക് ചെയ്യുക. പിന്നെ അത് ജോയിൻ ചെയ്യുക. 2 മാർക്കും കൂടി ജോയിൻ ചെയ്ത് അതൊന്ന് ക്രോസായിട്ട് വരയ്ക്കുക. അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യുക. പിന്നെ അതിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴെയും അതുപോലെ ചെയ്യുക. പിന്നെ സെൻറ്ററിൽ നിന്ന് മേലോട്ട് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ 2 സൈഡിലും ഇവിടെ താഴോട്ട് 4 ഇഞ്ചും ഇവിടെ മുകളിലോട്ട് 1/2 ഇഞ്ചും മാർക്ക് ചെയ്യുക. നമ്മൾ ഷേപ്പ് കൊടുക്കുക. സ്ലീവിൻ്റെ ഷേപ്പ് കൊടുക്കുക. നമുക്ക് സ്ലീവിൻ്റെ ടൂൾ ഉപയോഗിച്ചിട്ട് ഷേപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് വരച്ചും കൊടുക്കാം. നമുക്ക് സ്ലീവിൻ്റെ റൗണ്ട്, അത് സ്ലീവ് റൗണ്ട് എത്രയാണ്, ഞാൻ കുറച്ച് ലൂസിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ താഴെ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. സൈഡിൽ സീം അലവൻസ് കൊടുക്കുക. താഴെ 1/2 ഇഞ്ചും മുകളിൽ 1/2 ഇഞ്ചും സൈഡിൽ 1 ഇഞ്ചും കൊടുക്കുക. പേപ്പറിൽ കട്ട് ചെയ്ത ശേഷം നമുക്കിനി ഫാബ്രിക്കിലോട്ട് കട്ട് ചെയ്യാം. നമുക്ക് ഫാബ്രിക് 4 മടക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്തിടുക. അതിൽ പേപ്പർ കട്ട് ചെയ്ത് പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. റൈറ്റ് സൈഡ് ഫേസ് ടു ഫേസ് എടുത്ത ശേഷം ഫ്രണ്ട് സൈഡിൽ പോർഷൻ കട്ട് ചെയ്യുക.
ശേഷം സ്ലീവ് റൗണ്ടിൻ്റെ അവിടെ ഒരു ഫ്രില്ല് കൂടി നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത്തെ മെഷർമെൻ്റ് എടുക്കുക, അതിൻ്റെ ഡബിളായിട്ട് ഫാബ്രിക് എടുക്കുക, എന്നിട്ട് ഫ്രില്ല് സെറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രോക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. 2 സ്ലീവിലും ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിലും ബോട്ടം സൈഡിൽ ഞാൻ ഡബിൾ ഫ്രില്ല് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.